ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ബഹുജന സമൂഹം തയ്യാറാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായി RSSഉം BJPയും പരീക്ഷിച്ച് വിജയിച്ച വർഗീയ രാഷ്ട്രീയം, ആ വർഗീയ രാഷ്ട്രീയം ഫലപ്രദമായി ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് പിണറായി സർക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അയ്യപ്പ സംഗമവും ആ അയ്യപ്പ സംഗമത്തിനോടനുബന്ധിച്ച് നമ്മൾ കണ്ട കുറെ കാര്യങ്ങളും. 2 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇതുപോലെയുള്ളൊരു വിശ്വാസ സമൂഹത്തിന്റെ സംഗമത്തിന് യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു നേതാവ് ഒരു സന്ദേശം അയച്ച് അത് മൂടി വെക്കാനും അങ്ങനെ ഒരു സന്ദേശം വന്നിട്ടില്ല എന്ന് പറയാനും വർദ്ധിത വീര്യത്തോട് കൂടിയിട്ട് പുറത്തിറങ്ങി അതിനെ ഡിഫെൻഡ് ചെയ്തിരുന്ന പാർട്ടി നേതൃത്വം കേരളത്തിലെ ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന്, മതേതര സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ വ്യക്തിയുടെ സന്ദേശം പോലും വായിച്ച് RSSനെ പോലും മറികടന്ന് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിലെ സാമുദായിക കക്ഷികളെ, ഭൂരിപക്ഷ സാമുദായിക കക്ഷികളെ ഒരു പക്ഷത്തേക്കാക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനേക്കാളും പാർട്ടിയെക്കാളും താല്പര്യം കാണിക്കുന്നത് ഒരു മറക്ക് ഒളിഞ്ഞിൽ നിന്നുകൊണ്ട് BJPയും RSSുമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം കഴിഞ്ഞ 3-4 മാസമായി ചർച്ച ചെയ്യുന്ന ഒരു സാമുദായിക നേതാവിന്റെ നാവിൽ നിന്ന് കേരളം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വർഗീയ പ്രഭാഷണം നടത്തിയ SNDPയുടെ ജനറൽ സെക്രട്ടറിയെ സ്വന്തം കാറിൽ കയറ്റിയിരുത്തി ആ സദസ്സിൽ കൊണ്ടുവരികയും ആദരിക്കുകയും ചെയ്തത് കേരളത്തിലെ ജനം, മതേതര ജനം, സമൂഹം വലിയ അന്താളിപ്പോട് കൂടിയാണ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം, സംഗമത്തിന് ശേഷം നടന്ന മറ്റു ചില സാമുദായിക നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു ഘട്ടമാണ്. സ്വാഭാവികമായും പിണറായി മൂന്നാമതും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത യഥാർത്ഥത്തിൽ BJPക്കാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായി തോന്നുന്നു ഞാനത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ. അതിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. ഞാൻ കഴിഞ്ഞ 6-7 മാസമായി പറയുന്ന രാഷ്ട്രീയം പച്ചയായി പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി 10ാം വർഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്. ഒരു 5 വർഷം കൂടി ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ കേരളം ഭരിച്ച് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ഉള്ളതിനേക്കാളും 10 മടങ്ങ് ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിക്കും. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടക്കും. അതുപോലെ തന്നെ UDFലെ പല ഘടകകക്ഷികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയ അസ്ഥിരത കേരളത്തിലുണ്ടാകും. CPMന് മൂന്നാമതൊരു ഭരണം കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമബംഗാളിലൊക്കെ സംഭവിച്ച പോലെ ഇപ്പൊ തന്നെ അവരുടെ അധികാരത്തിന്റെ ധാർഷ്ട്യവും ധൂർത്തും അഹങ്കാരവും കുടുംബാധിപത്യവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു 10 മടങ്ങ് പിണറായി സംഘത്തിന്റെ ആ പറയുന്ന അപ്രമാദിത്വം വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു അധപ്പതനത്തിലേക്ക്, ഒരു ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ, മറുഭാഗത്തിരിക്കുന്ന UDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എത്തിക്കാൻ പിണറായിയുടെ 3ാം ഗവൺമെന്റിന് സാധ്യമാകുമെന്നും അതിലൂടെ കഴിഞ്ഞ 19 വർഷമായി നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും കേന്ദ്ര നേതൃത്വം, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വന്ന് പല ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം നേതൃത്വം നൽകിയിട്ടും കേരളത്തിലെ രാഷ്ട്രീയം വളർത്താൻ കഴിയാത്ത BJPക്ക് അതിനുള്ളൊരു മാർഗമായി പിണറായിയെ വീണ്ടും കുടിയിരുത്തുക എന്ന ഒരു കുടില തന്ത്രം ഇതിന്റെ പിന്നിൽ കൃത്യമായും പ്രവർത്തിക്കുന്നുണ്ട്.